ഏവർക്കും ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് സ്നേഹവന്ദനം. ഒരു വലിയ ഹാളിൽ ലേലം നടക്കുകയാണ്. വിവിധമായ വസ്തുക്കൾ ലേലത്തിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ലേലക്കാരൻ ചുറ്റികെടുത്ത് മേശപ്പുറത്തടിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തോടെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മാന്യമഹാജനങ്ങളെ, ഈ ലേലത്തിൻ്റെ അടുത്ത ഇനം ഒരു പഴയ ഗിറ്റാറാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ ഉത്സാഹിച്ച് ഈ ഗിറ്റാറ് സ്വന്തമാക്കുവാൻ ലേലം ചെയ്യണമെന്ന് അദ്ദേഹം അനൗൺസ് ചെയ്തു. അയാൾ ആ പഴയ ഗിറ്റാർ എടുത്ത് ഉയർത്തി കാണിച്ചു. പക്ഷേ ഇത് കണ്ടപ്പോൾ ആർക്കും വലിയ താല്പര്യം തോന്നിയില്ല. അത് പഴയതും പൊടി പിടിച്ചതുമായ ഒരു ഗിറ്റാറായിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഒരാൾ $5 എന്ന് പറഞ്ഞു. വീണ്ടും സദസ്സ് മൗനമാണ്. ആരും മുന്നോട്ട് വരുന്നില്ല. ലേലം അവിടെ കൊണ്ട് അവസാനിക്കുമോ എന്ന് പോലും ലേലക്കാരന് തോന്നിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ മറ്റൊരാൾ $10 എന്ന് പറഞ്ഞു. പിന്നെയും ഹോള് നിശബ്ദമാണ്. ആരുമൊന്നും മിണ്ടുന്നില്ല. ലേലക്കാരൻ ആ ലേലം ഉറപ്പിക്കുവാനായിട്ട് പോകുമ്പോൾ പിന്നിൽ നിന്ന്, ഹോളിൻ്റെ പിന്നിൽ ഇരിക്കുകയായിരുന്ന ഒരു വയോധികനായ മനുഷ്യൻ വിളിച്ചു ചോദിച്ചു, സാറേ, എനിക്ക് ആ ഗിറ്റാർ ഒന്ന് കാണുവാൻ കഴിയുമോ? ലേലക്കാരൻ പറഞ്ഞു, വന്നാട്ടെ, വന്ന് കണ്ടാട്ടെ. വയോധികനായ മനുഷ്യൻ വന്നു, മുന്നോട്ട് വന്നു. ആ ലേലക്കാരൻ ആ ഗിറ്റാർ അദ്ദേഹത്തെ ഏൽപ്പിച്ചു. ഈ ഗിറ്റാർ വാങ്ങിച്ച് അദ്ദേഹം അതിൻ്റെ തന്ത്രികളെല്ലാം ഒന്ന് വലിച്ചു മുറുക്കി, അതിൻ്റെ പൊടിപടലങ്ങളെല്ലാം തൻ്റെ കയ്യിലെ ടവൽ കൊണ്ട് തുടച്ച് വൃത്തിയാക്കി, അതിൻ്റെ എല്ലാ തകരാറുകളെല്ലാം അദ്ദേഹം അവിടെ നിന്ന് തന്നെ അത് പരിഹരിച്ചിട്ട് അദ്ദേഹം ഒരു ശ്രുതി മീട്ടുവാനായിട്ട് തുടങ്ങി. അത് വളരെ മനോഹരമായിരുന്നു. ഹോളിലിരിക്കുന്ന ജനം മുഴുവൻ കൈയടിക്കാനായിട്ട് തുടങ്ങി. എത്ര മനോഹരമായിരിക്കുന്ന ശ്രുതിയാണ് അതിൽ നിന്ന് ഉയരുന്നത്. മനോഹരമായ രീതിയിൽ അദ്ദേഹം അതിൻ്റെ വാദനം തുടർന്നു. അതിനുശേഷം ഈ ഗിറ്റാറ് ലേലക്കാരനെ ഏൽപ്പിച്ചതിന് ശേഷം താൻ സ്വസ്ഥാനത്ത് പോയിരുന്നു. ഉടനെ ആ ഗിറ്റാറിൻ്റെ ലേലത്തുക വർദ്ധിക്കാൻ തുടങ്ങി. 500 1000 $1000 ആ ഗിറ്റാറ് ഒരു മാന്യനായിരിക്കുന്ന വ്യക്തി അത് ലേലത്തിൽ വാങ്ങിച്ചു. ആ വയോധികനായ മനുഷ്യൻ ആ ഗിറ്റാർ കണ്ടപ്പോൾ അതെൻ്റെ കമ്പനിയിൽ താൻ നിർമ്മിച്ചതായ ഗിറ്റാറായിരുന്നു. അദ്ദേഹം നിർമ്മിച്ചതായ ഗിറ്റാറാണ്. അദ്ദേഹത്തെ മനസ്സിലായി, ഞാൻ നിർമ്മിച്ച, എൻ്റെ കമ്പനി നിർമ്മിച്ച ആ ഗിറ്റാറ് ഇത്ര കുറഞ്ഞ വിലയ്ക്ക് പോയാൽ അത് തനിക്ക് കൂടി മാനക്കേടാണ്. അതുകൊണ്ട് അദ്ദേഹം അത് വന്ന് ആ ഗിറ്റാർ എടുത്ത് അത് തൻ്റെ കയ്യിൽ എടുത്ത് അതിൽ ആ ശ്രുതി മീട്ടിയപ്പോൾ അത് വളരെ മനോഹരമായിരുന്നു. അതിൽ ഗിറ്റാറിൻ്റെ വില നിമിഷം കൊണ്ടാണ് വർദ്ധിച്ചത്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞ്, സൃഷ്ടാവിൻ്റെ കയ്യിലേക്ക് നമ്മെ ഏൽപ്പിക്കുമ്പോഴാണ് നമ്മിൽ നിന്ന് ശ്രുതിമധുരമായ ശബ്ദമുയരുന്നത്. അഥവാ നിന്റെ രൂപത്തിനും ഭാവത്തിനും, നിന്റെ ജോലിക്കും, നിന്റെ പഠനത്തിനും, നിന്റെ അവസ്ഥകൾക്ക് മുഴുവൻ വ്യത്യാസം വരുന്നത്, നിന്റെ ഭാവിക്ക് മുഴുവൻ വ്യത്യാസം വരുന്നത് നിന്റെ നിർമ്മാതാവായിരിക്കുന്ന, സൃഷ്ടാവായിരിക്കുന്ന കർത്താവിൽ നീ ഭരമേൽപ്പിക്കുമ്പോൾ, അവൻ്റെ കയ്യിൽ നീ ഒതുങ്ങുന്ന ഒരായുധമായി മാറുമ്പോൾ മാത്രമാണ് നിനക്കൊരു അഡ്രസ്സ്, നിനക്കൊരു മൂല്യം, നീ ആരാണെന്നുള്ള നിന്റെ വ്യക്തിത്വം തെളിഞ്ഞു വരികയുള്ളൂ. ഒരിക്കൽ യേശു മലയുടെ മുകളിൽ നിന്ന് വലിയൊരു ജനാവലിയുടെ സാന്നിധ്യത്തിൽ ഇറങ്ങി വരികയാണ്. ഒരു കുഷ്ഠരോഗി, സ്വന്തം നാട്ടിൽ കയറാൻ പറ്റില്ല, സ്വന്തം വീട്ടിൽ പോകാൻ പറ്റില്ല, സ്വന്തക്കാരെ ബന്ധുക്കളാരും തൻ്റെ അടുക്കൽ ചെല്ലുകയാണ്. കാരണം കുഷ്ഠരോഗം സൗഖ്യമാകാത്ത ഒരു രോഗമാണെന്നും കുഷ്ഠരോഗം ബാധിച്ച വ്യക്തികൾ ദൂരെ മാറി സമൂഹത്തിൽ നകന്ന് ഒരു ശബ്ദമുയർത്തിക്കൊണ്ട് അശുദ്ധൻ 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 എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വഴിവക്കിൽ കുറേ ദൂരെ മാറി ഇരിക്കണം എന്നുള്ളതായിരുന്നു. കാരണം
ഇവനെ തൊട്ടാലോ ഇവനെ കണ്ടാലോ അശുദ്ധൻ, മറ്റുള്ളവർ അശുദ്ധനായി പോകും. അതുകൊണ്ട് അവൻ സമൂഹത്തിൽ നിന്ന് വേറിട്ട് ഞാൻ അശുദ്ധനാണ് എന്ന് പറഞ്ഞ് ഇരിക്കണമെന്നുള്ളതായിരുന്നു ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥ. അങ്ങനെ ഇരിക്കുമ്പോൾ യേശു മലയിൽ നിന്നിറങ്ങി വരികയാണ്. ഈ കുഷ്ഠരോഗി വേഗം ചെന്ന് യേശുവിനെ നമസ്കരിച്ചു. യേശുവോട് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ട് എങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. കാരണം യേശുവിൻ്റെ സൗഖ്യദായക ശക്തി, യേശു മനുഷ്യന്റെ സൃഷ്ടാവാണെന്നും അവൻ്റെ വ്യാധികളെ വഹിക്കുന്നവനും അവൻ്റെ വേദനകളെ ചുമക്കുന്നവനുമാണെന്ന് ഈ കുഷ്ഠരോഗി അറിഞ്ഞിരുന്നു. അവൻ നിരവധി രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട്, നിരവധി കുഷ്ഠരോഗികളെ വിടുവിച്ചിട്ടുണ്ട്. മാനസികമായി തകർന്നവരെ, രോഗികളെയൊക്കെ കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവനത് വിശ്വസിച്ചു. യേശുവിനത് അധികാരമുണ്ടെന്ന് അവൻ വിശ്വസിച്ചു. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമാകാ, നീ ശുദ്ധമാകാ എന്ന് പറഞ്ഞു. യേശു അവനെ തൊട്ടു, അവൻ സൗഖ്യമായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിശ്ചയമായും നമ്മുടെ സ്ഥിതിക്കൊരു വ്യത്യാസം വരണമെന്നുണ്ടെങ്കിൽ നീ കർത്താവിനോട് അപേക്ഷിക്കൂ. കർത്താവ് നിശ്ചയമായും നമ്മുടെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്തും. യോഹന്നാന്റെ ലേഖനം 1-ാം ലേഖനം 5-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്ത് ചോദിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു. അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്ത് ചോദിച്ചാലും അവൻ അപേക്ഷ കേൾക്കുന്നു. കുഷ്ഠരോഗി അതാ ചെയ്തത്. ആദ്യം അവൻ നമസ്കരിച്ചു, കാരണം അവൻ അധികാരമുള്ളവൻ, അവൻ സൃഷ്ടാവ് എന്നുള്ള മനോഭാവത്തിലാണ് ആ കുഷ്ഠരോഗി യേശുവിനോട് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞത്. മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ യേശു പത്രോസിന്റെ ഭവനത്തിൽ കടന്നു ചെല്ലുമ്പോൾ പത്രോസിന്റെ അമ്മാവിയമ്മ സന്നിപാത ജ്വരം പിടിച്ച് കിടപ്പിലായിരുന്നു. യേശു അരികെ ചെന്ന് അവളുടെ കയ്യിൽ തൊട്ടു. അവൾ സൗഖ്യം പ്രാപിച്ചു. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. ഇതുവരെ കിടപ്പിലായിരുന്ന ആ സ്ത്രീ യേശുവിൻ്റെ സ്പർശനത്താൽ സൗഖ്യം പ്രാപിച്ച് അവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തു എന്ന് നമ്മൾ വിശുദ്ധ ബൈബിളിൽ വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം തന്നെ 9-ാം അധ്യായം 25-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഒരു പള്ളിപ്രമാണിയായിരുന്നു യായിറോസ്. ഈ പള്ളിപ്രമാണിയുടെ മകൾ മരിച്ചുപോയി. ജനമെല്ലാം കൂട്ടനിലവിളി ഉയർത്തിക്കൊണ്ടിരിക്കുക. യേശു അവിടെ കടന്നു ചെന്ന് വിലപിക്കുന്നവരെല്ലാം പുറത്താക്കി. യേശു ഈ ബാലികയുടെ കയ്യിൽ തൊട്ടു. ബാല എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. ആ കുഞ്ഞ് ചാടി എഴുന്നേറ്റു. മരിച്ചുപോയതായ യായിറോസിൻ്റെ മകളെ യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചു. വീണ്ടും നമ്മൾ കാണുന്നത് യേശു യാത്ര പോകുമ്പോൾ വഴിയരികെ ഇരിക്കുന്നതായ 2 കുരുടന്മാർ, അവർ യേശുവാണ് വരുന്നതെന്ന് കേട്ടു. അവർ ഉച്ചത്തിലോട് വെച്ചു, ദാവീദ് പുത്രാ ഞങ്ങളോട് കരുണ തോന്നണമേ, ദാവീദ് പുത്രാ ഞങ്ങൾ കരുണ തോന്നണമേ എന്നവർ നിലവിളിച്ചു. യേശു അവരടുക്കൽ ചെന്നു, അവരുടെ കണ്ണുകളെ തൊട്ടു. അവരുടെ അന്ധത മാറി, അവർ കാഴ്ച പ്രാപിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, മാതാവേ പിതാവേ, അവൻ മുഖാന്തരവും അവനായിക്കൊണ്ടും സകലം ഉളവായി. ഉളവായതൊന്നും അവരെ കൂടാതെ ഉളവായതല്ല. ഈ സകല പ്രപഞ്ചത്തിൻ്റെ ഈ അഖിലാണ്ട കടാഹങ്ങളെ മുഴുവൻ സൃഷ്ടിച്ചവൻ. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്, സകലവും അവൻ മുഖാന്തരവും അവനായിക്കൊണ്ടും ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. യേശു അധികാരമുള്ളവനാണ്. യേശു സർവശക്തനാണ്. യേശുവിനെ നിന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. നീ നിന്റെ തൊഴിൽ സ്ഥലത്ത്, നിന്റെ സ്കൂളിൽ, നിന്റെ കോളേജിൽ, നിന്റെ വീട്ടിൽ, നിന്റെ സമൂഹത്തിൽ നീ ഒറ്റപ്പെട്ടവളാണോ? നീ ഒറ്റപ്പെട്ടവനാണോ? ഒരു നിലയും വിലയും ഇല്ലാതിരിക്കുകയാണോ? പ്രിയ പിതാവേ, പ്രിയ മാതാവേ, പ്രിയ കുഞ്ഞെ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, യേശുക്രിസ്തു നിന്നെ രക്ഷിപ്പാൻ കഴിയും. നിന്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ കഴിയും. നിന്റെ സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ കഴിയും. നിന്റെ പൊസിഷനെ മാറ്റാൻ കഴിയും. നിന്റെ അവസ്ഥകൾ വ്യത്യാസം വരുത്തുവാൻ കഴിയും. പൊടി പിടിച്ച് പഴയതായ ആ ഗിറ്റാർ,
അത് നിർമ്മാതാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തകരാറുകളെല്ലാം മാറി. മനോഹരമായ ഗാനം അതിൽ നിന്ന് പുറപ്പെടുവിക്കുവാൻ പര്യാപ്തമായ രീതിയിൽ അത് ആയിത്തീർന്നുവെങ്കിൽ ഞാനും നീയും സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്താലാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നീ ഏൽപ്പിക്കുക. തകരാറുള്ളത് അവൻ പരിഹരിച്ചു തരും. ബുദ്ധിയില്ലായ്മ അവൻ പരിഹരിച്ചു തരും. നിന്റെ അസ്വസ്ഥത അവൻ മാറ്റിത്തരും. നിന്റെ രോഗം അവൻ മാറ്റിത്തരും. നിന്റെ അവസ്ഥകൾ വ്യത്യാസം വരും. നിനക്കിന്നൊരു മൂല്യമില്ല, നിനക്കൊരു വിലയുമില്ല നടക്കുന്നെങ്കിൽ നീ മൂല്യമുള്ളവളായി, നീ മൂല്യമുള്ളവനായി, നീ എല്ലാം കൊള്ളാവുന്നവനായി. ഇന്ന് നീ എന്നെ എല്ലാവരും ആട്ടി ഓടിക്കുകയാണെങ്കിൽ ക്രിസ്തുവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക. നിന്നെ നാളെ അവർ മാടി വിളിക്കുവാനിടയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളിതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ആ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു. കർത്താവെ വാഴ്ത്തും നല്ല സമയത്തിനായി സ്തുതിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന ആ പിതാവിനെ, ആ കർത്താവെ, ആ മാതാവിനെ, ആ സഹോദരനെ, ആ സഹോദരി, ആ കുഞ്ഞിനെ അവരെ അനുഗ്രഹിക്കണമേ കർത്താവേ. അവർ രോഗികളായിരിക്കുന്നവർ സൗഖ്യം പ്രാപിക്കട്ടെ. സമാധാനമില്ലാത്തവർ സമാധാനം ലഭിക്കട്ടെ. ഇന്നുവരെ അവരുടെ സ്കൂളിലോ അവരുടെ കോളേജിലോ അവരുടേതായ സ്ഥാപനത്തിലോ അവരുടെ ഭവനത്തിലോ ഒരു വിലയുമില്ലാതെ പൊടി പിടിച്ച് കിടക്കുന്നതായ ഗിറ്റാർ പോലെ ഉപയോഗശൂന്യമാണ് എന്ന് കരുതി തള്ളിയിട്ടിരിക്കുകയാണെങ്കിൽ കർത്താവെ, അവരെ നീ പിടിച്ചുകൊണ്ടിരുമാറാകണമേ. അവരെ നീ ആശ്വസിപ്പിക്കുമാറാകണമേ. അവരനുഗ്രഹിക്കപ്പെട്ടവരായി തീരട്ടെ. സമൂഹത്തിൽ കൊള്ളാകുന്നവരായി തീരട്ടെ. ആ ഭവനത്തിൽ വേണ്ടപ്പെട്ടവരായി തീരുവാനിടയാകട്ടെ. എല്ലാ നന്മയാൽ നിറയ്ക്കണമേ. അവരാ സ്ഥാപനത്തിൽ ഏറ്റവും ഉന്നത നിലവാരത്തിൽ കടന്നു വരട്ടെ. ആ സ്കൂളിൽ, ആ കോളേജിൽ അവിടെ മാനിക്കപ്പെടട്ടെ കർത്താവേ. എല്ലാ നിലയിലും അവരനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.